ചെയ്ത കാര്യങ്ങൾ മറക്കരുത്. ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ ഒഴിക്കുക, ചൂടാകുമ്പോൾ ഏലക്ക പൊടി, ഏലക്ക നല്ലതുപോലെ പൊടിച്ചതാണ്, അത് ചേർക്കുക. അതിനുശേഷം കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ പീസുകളാക്കിയ കശുവണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് കിസ്മിസ് ഇട്ട് കൊടുത്തു. നമ്മൾ കശുവണ്ടി ചേർത്തത് 2 ടീസ്പൂൺ അല്ലേ? ആവശ്യം പോലെ ചേർക്കാം. ആവശ്യം കൂടുതലാണ് കശുവണ്ടി എന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇവിടെ ചേർത്തത് 20 എണ്ണത്തിന് വേണ്ടി ചേർത്തത് 2 സ്പൂൺ കശുവണ്ടി ചേർത്തു. അതുപോലെ തന്നെ 1 സ്പൂൺ കിസ്മിസ് ചേർത്തു. 1 തേങ്ങ ചിരകിയത്, ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇത് വെള്ളയും മഞ്ഞയും എല്ലാം ചേർക്കുകയാണല്ലോ അല്ലേ? ഇത് ഇത്രയും ആ 1 തേങ്ങയും കൂടി ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 1 മുട്ട പൊട്ടിച്ച് വെള്ളയും മഞ്ഞയും എല്ലാം കൂടി ചേർത്ത് ഫുൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു. 1 നുള്ളുപ്പ്. അപ്പം 1 നുള്ളു ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മുട്ട ഒട്ടിക്കുന്നുണ്ടോ? 2 മുട്ട. ടോട്ടല് 3 മുട്ട. ഇങ്ങനെ 1 മുട്ട ഒഴിക്കുന്നു, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു, വീണ്ടും അടുത്ത മുട്ട പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു. ഇപ്പൊ 3ാമത്തെ മുട്ടയും അതിന്റെ അകത്ത് കിടന്ന് പൊട്ടിച്ച് അതും ഒഴിച്ച് തീർത്തു. ഇനി മുട്ട ഒഴിക്കുമോ അതിന്റെ അകത്തേക്ക്? ഇല്ല. അപ്പൊ മുട്ടയുടെ കാര്യം കഴിഞ്ഞ് ഇനി മുട്ട ഒഴിച്ച് കളയരുത്. 3 മുട്ടയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഈ മധുര പലഹാരങ്ങളാണ് കൂടുതൽ റംസാന് കഴിക്കുന്നത്? എല്ലാം ഉണ്ട്. എരിവുണ്ട്, മധുരമുണ്ട്. എരിവുണ്ടാക്കുന്നതിനനുസരിച്ച് മധുരം ഉണ്ടാക്കും. അതാണ് എല്ലാത്തിനും ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന പറയില്ല. നമ്മളിപ്പം എരിവ് കൂടുതൽ ചിലർ കഴിക്കുന്നവർ എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എരിവില്ലെങ്കിൽ ആഹാരം ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എരിവ് കഴിക്കുന്നതിനനുസരിച്ച് തുല്യമായി തന്നെ മധുരവും ഉണ്ടാക്കും. നമുക്കിത് ഏകദേശം പരിവായോ? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ 3 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു പരുവമായി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഓഫ് ചെയ്ത് വെക്കണം. അപ്പൊ കഴിഞ്ഞു, ഉന്നക്കായി കഴിഞ്ഞു. ഒന്ന് ആറണം ഇത്. ഓക്കെ. ഇതൊന്ന് ചെറിയ ചൂട് മാറണം. ഫില്ലിംഗാ. ഇതില് ഇനി നിറക്കണം. നമ്മൾ കോഴിക്കട്ടയൊക്കെ ആക്കുന്നത് പോലെ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് ഉന്നക്കായൊന്നും ആയിട്ടില്ല. കാരണം ഉന്നക്ക ഞാൻ ആദ്യമേ പറഞ്ഞു, ഉന്നക്കാ പോലെ തന്നെ ഇരിക്കും. തലശ്ശേരിയിൽ കാണുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കാണുന്ന ഉന്നക്കായ് പോലെ തന്നെ ഇരിക്കും. ഇത് അതിനകത്തുള്ള ഫില്ലിംഗ് ആണ് ഇവരിപ്പോൾ തയ്യാറാക്കിയത്. ഫില്ലിങ്ങിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്കകത്ത് ഇത് നിറയ്ക്കുന്നത്, മിക്സ് ചെയ്യുന്നത് പോലെ അകത്ത് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഏത്തക്ക പുഴുങ്ങി അരച്ചെടുത്തതാണ്. ഓക്കെ. ഇത് ഏത്തക്ക നമ്മൾ അവിച്ച് വേവിച്ചിട്ട് ഗ്രൈൻഡറിൽ അരച്ചെടുക്കും. ഓക്കെ. എന്നിട്ട് ഇതിനെടുത്തപ്പോൾ ചെയ്യും. കാര്യം ഇത്രയേ ഉള്ളൂ. ഏത്തക്ക നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ഇച്ചിരി പഞ്ചസാരയും കൂടെ അതിൽ ചേർക്കും. ഇച്ചിരി പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. വളരെ കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ വേണം. ഇത് ഏത്തക്ക നന്നായിട്ട് വേവിച്ചിട്ട് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വലുതും ചെറുതും. ഇത് എനിക്കും ബാക്കിയെല്ലാം വേറെ ഉള്ളവർക്കാണ്. ഇത് അതെന്താണ് സൈസിലൊരു ഡിഫറൻസ്? അല്ല, ഇത് അരച്ചു വെച്ചതാണ്, അതിന്ന് എടുത്തതാണ് ഇതൊക്കെ. ഓ, അങ്ങനെ. ഇത് അപ്പോൾ അരച്ചു വെച്ചതാണ്. ഇത് ആദ്യം കാണുന്ന ഈ ഒരു ബോളിനകത്തുള്ള ഈ ഒരു രീതിയിലാണ് വലിയൊരു ബോളായിട്ടാണ് വരുന്നത്. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് നിറയ്ക്കണം. ഇതിനകത്ത് ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകും. അപ്പോൾ ഇനി നിറയ്ക്കാനുള്ള പ്രോസസ്സാണ്. ഉന്നക്കായ്ക്ക് വേണ്ടി നമ്മൾ ഇതിനകത്ത് കൊഴുക്കട്ടയ്ക്ക് നിറയ്ക്കുന്നത് പോലെ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്സ് ഇതിൻ്റെ അകത്തേക്ക് നിറയ്ക്കും. കയ്യിലെടുത്തു. അതിനുശേഷം കുറച്ച് എണ്ണ പുരട്ടുന്നത്. എന്തിനാണ് എണ്ണ പുരട്ടുന്നത്? കൈ ഒട്ടിപ്പോകാൻ. ഓക്കെ. കൈ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നന്നായിരിക്കും. എന്നിട്ട് അതിനെ ഒരു നല്ലൊരു ഷേപ്പിലേക്കാക്കി, ഈ ഒരു ഷേപ്പിലേക്കാക്കി മാറ്റുന്നുണ്ട്. അവിടെ അകത്ത് മിക്സിങ് ഫില്ലിംഗ് എല്ലാം വെച്ച് റെഡിയാക്കി. കുറച്ച് വെക്കത്തുള്ളൂ ഫില്ലിങ്. നമുക്ക് വലിയ വലിപ്പത്തിൽ ഉണ്ടാക്കിയ ശരിക്കും ഇതിനകത്ത് മിക്സ് ചെയ്ത് വെക്കാം അല്ലേ? പിന്നെ എല്ലാവരും കൂടി വളരെ ചെറിയ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ഉന്നക്കയാണ്. സെയിം അവിടെ കാണുന്ന ഉന്നക്ക ഇതേ മോഡലായിരിക്കും അല്ലേ? ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആഹാരം ഏത്, അല്ലെങ്കിൽ മാവിലുള്ള ഏതെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്നു. 3 പേര് ഒരേ രീതിയിലുള്ള ഉന്നക്കയല്ലേ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഉന്നം നോക്കി നമുക്ക് ഇതൊന്ന് അടുപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് ചെയ്യുന്നത് കാണാം. എന്നിട്ട് വേണം ഇതകത്താക്കിയിട്ട് ടേസ്റ്റ് പറയാൻ വേണ്ടി. ഇനി എണ്ണ ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടാക്കിയിട്ട് ഇതിനെ നമ്മൾ ഈ ഉന്നക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഉന്നക്ക റെഡിയായി. അപ്പം നമുക്കിത് എണ്ണ ഒന്ന് ചൂടായാലും അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ എണ്ണ തിളക്കണമെന്ന് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നല്ലതുപോലെ. ഓക്കെ. ഇത് എത്ര സമയം എടുക്കും? ഇതൊന്ന്
ഒരു 10-15 മിനിറ്റ് എടുക്കും. 10-15 മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. കാരണം ഒരു ഭാഗം വെന്താലേ മറിച്ചിടാൻ ഒക്കത്തുള്ളൂ, തിരിച്ചിടാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പൊട്ടി. റംസാന് എന്താണ് പിന്നെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ആഘോഷിക്കുന്നത് റംസാൻ? ഇപ്പം ആഹാരങ്ങളിലല്ലാതെ വേറെന്തെല്ലാം രീതിയിലാണ് ആഘോഷിക്കുന്നത്? വേറെ പ്രാർത്ഥന മെയിനായിട്ട്. ഓക്കെ. റംസാൻ ദിവസം എന്താണ് വീട്ടിലെ സ്പെഷ്യൽ? ആഹാരമല്ലാതെ വേറെ എന്തെല്ലാം ആയിരിക്കും? പുറത്തു പോകുക അല്ലെങ്കിൽ? പുറത്തു പോക്ക് അധികം കുറവായിരിക്കും, കാരണം വീട്ടിൽ തന്നെ ജോലി ഒരുപാടുണ്ടാവും. ഓക്കെ. പിന്നെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഇത്രയും ആഹാരങ്ങൾ റംസാനും കൂടി ആകുമ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കി തീർക്കേണ്ട ഒരു ഇതുണ്ട്. അതാണ് പിന്നെ എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവും. നോമ്പ് തുറക്കുന്നത് ഗസ്റ്റ് ഉണ്ടാവും, അപ്പൊ എപ്പോഴും ജോലി തന്നെയായിരിക്കും. അപ്പൊ ഗസ്റ്റ് ഉണ്ടാകുന്നതനുസരിച്ച് മെനുവിലുള്ള ലിസ്റ്റും മാറും. അപ്പം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ ദിവസം ഓരോന്നാണോ പരീക്ഷിക്കുന്നത്? ഓരോന്നല്ല, ഗസ്റ്റ് ഉണ്ടാവുമ്പോ ഒരുപാട് വെക്കും. ഓരോ ദിവസവും ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിലേക്ക് എന്നും വരുന്നത് ഒരേ കറികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഐറ്റംസ് ആണ് ഓരോ ദിവസവും പ്രത്യേകിച്ച് ഈ ഒരു റംസാൻ കാലയളവിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രുചി, പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്നവർക്കുള്ള മനസ്സിനുള്ള സംതൃപ്തി, അതൊക്കെ തന്നെ വലിയ ഒന്ന് തന്നെയാണ്. ഉന്നക്ക നമ്മൾ ഇട്ടുകൊടുത്തു, അത് ഒരു സൈഡ് ഏകദേശം വെന്ത് പരുവമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ? പിന്നെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടിത്തെറിക്കത്തില്ല, വിണ്ട് കീറും. ഓക്കെ. അപ്പോഴേക്കാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഈ പരുവ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇപ്പം നമുക്ക് മറിച്ച് കൊടുക്കാം എന്നുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ബ്രൗണിഷ് ആയപ്പോൾ ബ്രൗൺ കളർ വരും. ഒരു ബ്രൗൺ കളർ നമ്മുടെ ഈ ഉന്നക്ക അതിലേക്ക് ഇട്ട് കൊടുത്തൊരു ചെറിയ ബ്രൗൺ കളറിൽ അതിലൊരു ചെറിയൊരു മാറ്റം സംഭവിക്കും. എന്നാൽ നമുക്കിത് മറിച്ച് കൊടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഹസ്ബൻഡ്സിനെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കഴിക്കാൻ വരുന്ന ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഏതാണ് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഉന്നക്ക തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉന്നം പിഴിച്ചിട്ടില്ല, ടേസ്റ്റിയും പ്രേക്ഷകരുടെ ഉന്നവും പിഴയ്ക്കാൻ പാടില്ല. ഉന്നക്കയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചവരും അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി പോകേണ്ടിയുള്ളവരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത്. അപ്പോൾ ഉന്നക്ക നിങ്ങളും വീട്ടിലുണ്ടാക്കുക. ഇനി ഇതൊന്നും അപ്പുറത്തെ സൈഡും കൂടി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉന്നയ്ക്ക് നല്ല ബ്രൗൺ നിറമാകണം. നല്ല ബ്രൗൺ നിറമാണ് ഇതിന്റെ ഒരു പരുവം. തെസ്നി, റഹീന, സുമിജ 3 പേരും കൂടി ഉണ്ടാക്കിയ ഉന്നക്ക ഇവിടെ ഏകദേശം പരുവമായി, ഒരു നല്ല ബ്രൗൺ കളറായല്ലേ? അപ്പൊ നമുക്ക് ഇനി എടുത്ത് മാറ്റാം. ഉന്നക്കായുടെ എണ്ണയൊക്കെ കളഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ്. ഉന്നക്കായ ഒരുവിധം നല്ല ബ്രൗൺ കളറായി, അപ്പോഴാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്. നോക്കേണ്ടത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഉന്നക്കയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതെന്ന് അവകാശപ്പെടുന്നതും കഴിച്ചവർ പറഞ്ഞിട്ടുള്ളതും. ഇനി എന്റെ സമയമാണ് ടേസ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഉന്നക്കായ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഉന്നക്ക എല്ലാം ഇവിടെ നേരുന്ന എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇനി ടേസ്റ്റ് നോക്കാനുള്ള സമയമാണ്. ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്, കാരണം പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചു തീർക്കാം, പക്ഷേ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.